അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. സ്മൈൽ ഫൺ പദ്ധതിയുടെ ഭാഗമായിട്ട് 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങിലാണ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പാലക്കാടിലെ ജനങ്ങൾ വമ്പൻ സ്വീകരണമാണ് രാഹുലിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഞാനൊരു പോസ്റ്റ് വയ്ക്കാം. ഈ ഇലക്ഷനിൽ രാഹുലിന് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന അഭിപ്രായമുള്ളവർ എത്ര പേരുണ്ട്? ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പം എത്ര പേരുണ്ടെന്നൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എത്ര ആളുകൾ രാഹുൽ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് അഭിപ്രായമുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന, രാഹുലിനെ സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഞാനിവിടെ ആ പോസ്റ്റ് വായിക്കാം. ഒരു മീഡിയ ടു വ്യൂ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ, ഇത് കണ്ട് കുരുപൊട്ടുന്ന രതി ജീവിതകളും രതികൾക്ക് പുറകിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന മാമാമാർക്കും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം വേദനയെ കടിച്ചമർത്തി കാണാമറയത്ത് കണ്ണീർ വാർത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഒരു പോസ്റ്ററൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വീടിൻ്റെ താക്കോൽ കൈമാറ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് കണ്ടിട്ട് കുറേ ആളുകൾക്ക് കുരു പൊട്ടും. ഇനി നോക്കിയോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും രാഹുലിനെതിരെ പരാതികൾ അടുത്തത് ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടം തിരിച്ച് ഇറങ്ങും, അല്ലെങ്കിൽ വീണ്ടും പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് പോലെ പല ആളുകൾക്കും കുരു പൊട്ടുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും പാലക്കാട് രാഹുൽ വന്നതിന് ശേഷം മീഡിയയ്ക്ക് കൊടുക്കുന്ന പ്രതികരണങ്ങൾ കൊണ്ട് രാഹുലിന് പാലക്കാട് തുടരാനാണ് ആഗ്രഹം. ഇപ്പം ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തായതിനു ശേഷവും പാലക്കാടിലെ ജനങ്ങൾ എപ്പം വിളിച്ചാൽ പോലും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു വാക്കാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെ. അതിലൂടെ മനസ്സിലാക്കാം ഒരു കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്, പാലക്കാട് എന്നല്ല എവിടെ ഉള്ള ജനങ്ങൾക്ക് വേണമെങ്കിലും പുള്ളിയെ കോൺടാക്ട് ചെയ്യാം, ബന്ധപ്പെടാം, അവരുടെ ആവശ്യങ്ങൾ പറയാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം ഈ മീഡിയയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ബൈറ്റിനകത്ത് പറയുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ഇവിടെ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും പാലക്കാട് MLA എന്ന നിലയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ, ഒരു MLA എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല. അടുത്ത ദിവസങ്ങൾ അതിൻ്റെ 1.5 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ വളരെ സന്തോഷകരമായി നിങ്ങളൊരു ചോദ്യമെങ്കിലും ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കാൻ വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയാണല്ലോ സ്മൈൽ പദ്ധതി. എന്നെ വിമർശിക്കാനും എന്നെ ആക്ഷേപിക്കാനും വേണ്ടി വല്ലാതെ ഉപയോഗിച്ചൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ വേളയിൽ നിൽക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ ആരെയും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാനോ ആളല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. കാരണം ഒരു MLA എന്ന നിലയിൽ 1.5 വർഷക്കാലം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷക്കാലം, 1.5 പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ആ 1.5 വർഷക്കാലം കൊണ്ട് നമ്മൾ 12 വീടുകളുടെ തറക്കല്ല് ഇട്ട് നമ്മൾ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. 5 വീടുകളുടെ താക്കോൽ ദാനം ഈ ദിവസങ്ങൾ തന്നെ നമ്മൾ കൈമാറണം. അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടില്ല. ഇതൊക്കെയാണ് ഒരു ജനനായകൻ, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം തൻ്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടും ആ ഒരു പ്രസ്ഥാനം തന്നെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് പോലും ഇപ്പം നിലവിൽ പുള്ളി ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് പുള്ളി ഇപ്പം കേസും കാര്യങ്ങളുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പാലക്കാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാലക്കാടിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പം വീടിൻ്റെ പദ്ധതിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇപ്പം പുള്ളി ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് പെട്ടിട്ട് പോലും ഇത്രയും മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും 18 ദിവസം ജയിലിൽ പോയി കിടന്നിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങളുമായിട്ട് ഓടി നടന്നിട്ട് പോലും ആ വീട്ടിൻ്റെ ഒരു വീട്ടിൻ്റെ പണി കഴിപ്പിച്ചു. 12 വീട്ടിൻ്റെ തറക്കല്ല് വരെ ഇട്ട് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് വെറും 1.5 കൊല്ലം കൊണ്ട് പുള്ളി ഇപ്പം MLA ആയിട്ട് 1.5 കൊല്ലം ആയിട്ടില്ല, ഏകദേശം 1.5 കൊല്ലം ആവാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയൊക്കെ വളർന്നു വന്ന് നാളെ ഒരു പാർലമെൻറ്റ് സ്ഥാനം, ഒരു മുഖ്യമന്ത്രിയൊക്കെ ആവാൻ ഒരു കേപ്പബിൾ ആയിട്ടൊരു വ്യക്തി ആയി വരുവാണെന്നുണ്ടെങ്കിൽ, ആവി വരുമെന്നൊന്നുമില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. പുള്ളി ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുവാണെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവും. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ 1.5 കൊല്ലം കൊണ്ട്, 1.5 കൊല്ലം ആയിട്ടില്ല, പാലക്കാട്ടിലെ ജനങ്ങൾക്ക്, പാലക്കാട്ടിലെ ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ പുള്ളി ചെയ്ത് കൊടുക്കണമെങ്കിൽ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വന്ന് അതിലിപ്പോൾ 12 വീടുകളെ തറക്കല്ല് ഇടിയിൽ തുടങ്ങി. അതിനുശേഷം 1ാമത്തെ താക്കോല് ദാനം കഴിഞ്ഞു.
അപ്പോൾ ഒന്ന് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. ബാക്കിയും കൂടെ ഒന്ന് കണ്ടു. ഓക്കെ. എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പും സ്റ്റേജ് കയറി അടുത്ത കുറിപ്പ്, അവൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരൻ്റെ ഒരു കുറിപ്പും. ആ രണ്ട് കുറിപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി, വളരെ അതേസമയം തന്നെ വിഷമവും തോന്നി. ആ സന്തോഷത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്യുന്നത്. ആ വീടിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മണിയോട് വലിയ സ്നേഹവും സന്തോഷമാണുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വളരെ വേഗത്തിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, തറക്കല്ലിട്ട ദിവസം നിങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. നമ്മൾ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സർക്കാർ പല രീതിയിൽ നമ്മളെ മുടക്കാൻ ശ്രമിച്ച എല്ലാ പദ്ധതികളും നമുക്ക് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പിന്നെ ഭരണപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച വന്നു എന്നുള്ളൊരു ഒരാൾക്കും, എന്നെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഒരു എതിരാളിക്ക് പോലും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മാധ്യമപ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടല്ലോ, ഇതുകൊണ്ടൊക്കെ കൊണ്ടാണ് പല ആളുകളും പുള്ളിയോടുള്ളൊരു വൈരാഗ്യം വെച്ച് പുലർത്തുന്നത്. കാരണം പുള്ളി ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മേഖലയിലേക്ക് 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഈ പുള്ളി വളർന്നു വരുന്ന ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നാണ് ജനങ്ങളുടെ സപ്പോർട്ടും ജനങ്ങളുടെ പിന്തുണയും ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഈ പറഞ്ഞിട്ടുള്ളൊരു MLA കസേരയിൽ വരെ പുള്ളി എത്തിപ്പെടുന്നത്. അത് ഭയങ്കര സ്പീഡ് പെട്ടെന്നാണ്. ഒരു 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 രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഈ ഒരു വളർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കഴിവിനെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ്. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള MLA സ്ഥാനത്തേക്ക് കയറിയതിന് ശേഷം പാലക്കാടിലെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു. അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാഗ്ദാനങ്ങളാണ് പാവപ്പെട്ട ആളുകൾക്ക്, വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 100 വീടുകൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകുമെന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒന്നര കൊല്ലത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ആ ഒരു പദ്ധതിയിൽ ഒരു വീഴ്ച പോലും സംഭവിക്കാതെ ആ ഒരു പദ്ധതിയിൽ മുന്നിട്ട് നിന്ന് ഇപ്പം ഒരു വീടിൻ്റെ പണി പൂർത്തിയാക്കി ആ ഒരു താക്കോൽ ദാനം നൽകുന്ന ചടങ്ങിൽ പാലക്കാട് വരെ വീണ്ടും എത്തിയത് ഒന്നാലോചിച്ച് നോക്കി. അയാൾ ഇപ്പോഴും MLA സ്ഥാനത്ത് അവിടെ പാലക്കാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഉണ്ട്. എപ്പം വേണമെങ്കിലും പുള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ, പുള്ളിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ളൊരു വാക്കാണ്. നമ്മൾ പറയുമല്ലോ, എപ്പം വിളിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ കണ്ടില്ലേ, പുള്ളിയെ എപ്പം വിളിച്ചാലും ഏത് സാധാരണക്കാർക്ക് വേണമെങ്കിലും പുള്ളിയോട് സംസാരിക്കാം. ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് ഏരിയയിൽ വെച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ പുള്ളിയെ ഫോൺ വിളിക്കാം, പുള്ളിയുമായിട്ട് സംസാരിക്കാം. എന്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ വേണമെങ്കിലും പുള്ളിയുമായിട്ട് പങ്കുവെച്ച് ഷെയർ ചെയ്ത് അതങ്ങനെയാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ ഞാൻ കുറ്റം പറയുമല്ല, പക്ഷേ പിണറായി സർക്കാരിനെ കണ്ടില്ലേ, പുള്ളിയുടെ അടുത്തോട്ടൊന്ന് പോകണമെങ്കിൽ തന്നെ എത്ര പേരെ കാല് പിടിക്കണം. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് കണ്ടാണ് ഒരു പെൺകുട്ടി സെൽഫി എടുക്കാൻ പോയപ്പോഴത്തേക്ക്. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിക്ക് അങ്ങനെയാണോ കൈയിട്ട് ഫോട്ടോ എടുക്കാം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പിണറായി വിജയനെ കുറ്റം പറയല്ല, ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്, ഓരോ സ്വഭാവമാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് യഥാർത്ഥ ഒരു ജനനായകനാകുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അതാണ് ജനങ്ങൾ പുള്ളി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് അത് കാണുമ്പോഴത്തേക്ക് കണ്ണുകടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നി ഈ ഭരണപക്ഷത്തിരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ രാഹുലിനെ ഭയക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളാണ്. രാഹുൽ വളർന്നു വന്നു കഴിഞ്ഞാൽ, രാഹുൽ കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പിന്തുണ അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴത്തേക്ക് കൈ തരുന്ന ആളുകൾ വരെ പിന്മാറി പോകുമോ, രാഹുലിന് കൈ കൊടുക്കുമോ, രാഹുൽ മാങ്കൂട്ടം എന്നെക്കാളും മുകളിലോട്ട് കയറി വരുമോ എന്നൊക്കെ ഭയം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പല ആളുകൾക്കും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, വെറുതെ പറയുമല്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും ഈ ആരോപണം വരുന്ന സമയത്ത് പോലും ഒരു MLA ആണ്, ആ പാർട്ടിയിൽ ഇത്രയും ജനപിന്തുണ ഉള്ള ഒരാളാണ്, പാലക്കാടിൻ്റെ മണ്ണിൽ റെക്കോർഡ് വിജയം നേടിക്കൊടുത്തൊരു വ്യക്തിയാണ് അല്ലേ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്. എന്നിട്ടും പുള്ളിക്ക് പറയാനുള്ള അല്ലെങ്കിൽ പുള്ളിക്ക് കേൾക്കാനുള്ളൊരു സൈഡ് പോലും കേൾക്കാതെ എന്ത് പെട്ടെന്നാണ് പുള്ളിയെ എടുത്ത് പുറത്ത് കളയുന്നതും. എന്നിട്ട് കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കേസിനകത്ത് പുള്ളിയെ കുറ്റക്കാരനാക്കാൻ സാധിച്ചില്ല, പുള്ളി കുറ്റക്കാരനല്ല, നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ പോലും ആരും മുന്നിട്ട് വരുന്നില്ല, ആരും വകവയ്ക്കുന്നില്ല. ഈ ഒരു വിഷയം സംസാരിക്കാനേ ആരും വരുന്നില്ല. അതിലൂടെ തന്നെ മനസ്സിലായി. ഇപ്പം തന്നെ കണ്ടില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? വീണ്ടും പുള്ളി വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ വളർച്ചയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മുൻകൂട്ടി ചിന്തിച്ച് പല ആളുകളും ചെയ്യുന്ന പരിപാടിയാണിത്, അല്ലാതെ വേറൊന്നുമല്ല.
ഇനി ഞാൻ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പോലെ തറക്കല്ലിടുന്നൊരു വീഡിയോ അതും കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. MLA ആയാൽ ആദ്യം എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിയെ പറ്റി പറയുന്നതിനപ്പുറം പാലക്കാട് നിയോജകമണ്ഡലത്തിലെ വോട്ട് ചോദിച്ച വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമങ്ങളിലൊന്ന്, പ്രതിസന്ധികളിലൊന്ന് തല ചായ്ക്കാൻ സ്വന്തമായ ഒരു കിടപ്പാടമില്ലാത്ത സാഹചര്യമാണ്. ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെതായ 2 പദ്ധതികളുണ്ട്, PMAY ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ്. ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കാലതാമസങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ വലിയ മോഹൻ സാറിനായാലും ചെയ്ത ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ ഒന്ന് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഇരിക്കുക. അപ്പോൾ ആ സന്തോഷം ഇല്ലാത്തത് സാധ്യമല്ലാത്ത മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ഏറ്റവും നല്ല പേര്, അത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു പദ്ധതിക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് സ്മൈൽ എന്ന് ആസിഫ സൂചിപ്പിച്ചു. അപ്പോൾ ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തോടും സ്മൈൽ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ആദ്യം സൈജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞിട്ട പേര് എന്നുള്ളത്. അപ്പം ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട്. കണ്ടല്ലോ, അപ്പം 12 വീടുകൾ തറക്കല്ലൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ ഉള്ള പൈസ മുക്കിയെന്നും ഇതിൽ നിന്നൊക്കെ ഉള്ള പൈസ മുക്കിയിട്ടാണ് അത് ചെയ്ത് ഇത് ചെയ്ത് രാഹുൽ മാങ്കൂട്ടം വണ്ടി മേടിച്ചത്, വീട് പണി ചെയ്തതെന്നൊക്കെ. അത് വണ്ടതൊക്കെ നമ്മൾ ഓൾറെഡി അതിൻ്റെ സത്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി 15 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചത് ഈ പറഞ്ഞിട്ടുള്ള സ്മൈൽ ഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ കൊണ്ടാണ്, ചൂരൽമലയിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വീട് വയ്ക്കാൻ കൊടുത്തിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് എന്നൊക്കെയാണെന്ന് പല ആളുകളും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇപ്പം ഇതുമായിട്ട് എല്ലാ സത്യങ്ങളും വെളിയിൽ വന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, വണ്ടിയുടെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും. പുള്ളിയുടെ അമ്മ ഒരു ഗവൺമെൻറ് ജോലിക്കാരിയായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഏതോ ജോലിയിൽ അങ്ങോട്ടുള്ള പുള്ളി റിട്ടയർഡ് ആയ സമയത്ത് പോലും അവർക്ക് നല്ലൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇരുന്ന സമയത്താണ് 1 ലക്ഷം രൂപയോളം ശമ്പളമുള്ള ഒരു അമ്മ രാഹുലിനുണ്ട്. അതുമാത്രമല്ല ഫാമിലിപരമായിട്ട് പുള്ളിക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പുള്ളിക്ക് ഒരു ആവശ്യമില്ല. ഇപ്പം കണ്ടില്ലേ, ഒരു വീട്ടിൻ്റെയൊക്കെ പണി ചെയ്ത് തീർക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എത്ര ലക്ഷം രൂപയാവും. അപ്പോൾ അതുപോലെ 100 വീടുകൾ വെച്ചു കൊടുക്കാനാണ് ഈ സ്മൈൽ ഭവൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ 1ാമത്തെ വീടിൻ്റെ പണി കഴിഞ്ഞു. അപ്പം നിങ്ങൾ കണക്കൂട്ടി നോക്കണം എന്തുമാത്രം പൈസ തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട്. 12 വീടിൻ്റെ തറക്കല്ല് ഇടിയിൽ വരെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഒരു ചുക്കും രാഹുൽ മാങ്കൂട്ടം എടുത്ത് തിന്നിട്ടില്ലെന്ന് ഇതിലൂടെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ രാഹുലിനെ മനഃപൂർവ്വം കരിവാരി തേക്കാനും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണ്. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് പിന്നെ പുതിയ റോഡുകളുടെ രൂപത്തിലും ആശുപത്രി ബ്ലോക്കിൻ്റെ രൂപത്തിലും പുതിയ സ്കൂളുകളുടെ രൂപത്തിലും എല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഓഡിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അന്നും ഭരിച്ചത് ഇപ്പോഴും ഭരിച്ചത്. പക്ഷേ നമ്മൾ ഓഡിറ്റോറിയം നിർമ്മിക്കാനായിട്ട് കണ്ണാടിയിൽ ഓഡിറ്റോറിയം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ ഓഡിറ്റോറിയം നിർമ്മാണമായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വികസന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല. ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നതാണ്. ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ അനുവദിച്ചൊരു ഫണ്ട് അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ നമുക്ക് ജനുവരിയോട് കൂടി തന്നെ നമുക്ക് ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമായിരുന്നു. ഒരു ഫണ്ട് നമുക്ക് അനുവാദം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തടസ്സം മാത്രം. പക്ഷേ അതിനെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും 1.5 വർഷക്കാലം എന്തെല്ലാം ഇവിടെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളിലും ഞാൻ ഉണ്ടാവും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. കാരണം ഞാൻ അവർക്ക് മത്സരിക്കണം എന്നാണ്. അല്ലത് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണല്ലോ. നമ്മൾ ഉണ്ടാകണം എന്ന് ഒരാൾ പറയുന്നത് നമുക്ക് സന്തോഷവും സ്നേഹമുള്ളൊരു കാര്യമാണ്. അതിപ്പം നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷം. കേട്ടില്ലേ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്? 1.5 കൊല്ലം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ പുള്ളി ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു 5 കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ പുള്ളി ഉണ്ടാക്കിക്കൊണ്ടുവരും എന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരും. പല മേഖലകളിലും ഭയങ്കര മാറ്റങ്ങൾ തന്നെ കേരളത്തിനുണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തി അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ അയാളുടെ രാഷ്ട്രീയത്തെ നല്ലൊരു നേതാവിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ആ ഒരു ലൈഫ് തകർത്ത് കളഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത് അല്ലേ? എന്താണ് ജനങ്ങൾക്കും കിട്ടുന്നത്? ഒന്നും കിട്ടാനില്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി. ഇവിടെ തെറ്റെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കൂട്ടരും കൂടെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരാൾ മാത്രം ഇതിനകത്ത് കുറ്റക്കാരനാവുന്നില്ല. അത് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
പിന്നെ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്ന കാര്യം പറഞ്ഞല്ലോ, അത് കേരളത്തിലെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ്. രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് മത്സരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്വതന്ത്രനായിട്ട് നിന്ന് ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ തന്നെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. കാരണം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കണമെന്ന് പറയുന്ന അതിനകത്ത് 80% ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം ഇത്രയും ഈ ഒരു വിഷയത്തിൽ രാഹുലിന് എന്ത് സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല. പിന്നെ ഈ പാർട്ടിയെ തൂങ്ങി പിടിച്ച് നടന്നിട്ട് എന്ത് കാര്യം? ഈ പാർട്ടി പറയുന്നതും കേട്ടുകൊണ്ട് അവിടെ എവിടെയും പോയി മത്സരിച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് നേട്ടമുണ്ടായി പാർട്ടിയിലിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള കുറേ കിളവന്മാരായിട്ടുള്ള ആളുകൾക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താണ് കാര്യം? അവർ തന്നെയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടി ഇതെല്ലാം ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വിഷയം ഈ ഒരു പ്രശ്നം ഇത്രയും ഊതി വീർപ്പിച്ച് ഇത്രയും പെരുപ്പിച്ചത് തന്നെ അല്ലേ? അപ്പം സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ എല്ലാവരെയും ആഗ്രഹമാണ്. രാഹുലിനെ പിന്തുണയ്ക്കുന്ന രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ആഗ്രഹമാണ്. സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജനങ്ങളെ ജയിപ്പിക്കുക, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തേരെ. അതുപോലെ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ലൈക്ക് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.